മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കുമെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിനു പകരം ചരിത്രത്തെ വളച്ചൊടിച്ച് സ്റ്റഡി ക്ലാസ് എടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ വളരെ കൃത്യമാണെന്നും VD സതീശൻ. RSS ജനറൽ സെക്രട്ടറിയെയും റാം മാധവിനെയും 10 ദിവസത്തെ ഇടവേളയിൽ ADGP കണ്ടത് എന്തിനാണ്? RSS നേതാക്കളുമായി മണിക്കൂറുകൾ ചർച്ച നടത്തിയത് എന്തിന്? മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ദൂതനായല്ലേ ADGP MR അജിത് കുമാർ നേതാക്കളെ സന്ദർശിച്ചത്? ഇതേ ADGP ഉപയോഗിച്ച് BJPയെ സഹായിക്കാൻ മുഖ്യമന്ത്രി തന്നെയല്ലേ തൃശൂർ പൂരം കലക്കിയത്? പ്രതിപക്ഷത്തിനൊപ്പം LDFിലെ ഘടകകക്ഷികളും ADGPക്കെതിരെ നടപടി വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് എന്തിനാണ്? കോവളത്ത് റാം മാധവ് ADGP കൂടിക്കാഴ്ച നടന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്നവർ ആരൊക്കെ? 10 ദിവസമായി ഒരു CPM MLA പരസ്യമായി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയോ തെറ്റോ? പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ ചോദിക്കുന്ന കാതലായ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഒളിച്ചു കളിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി എന്നും CPMനും RSSും ആയുള്ള ബന്ധം പരസ്യമായ രഹസ്യമാണ്. പ്രകാശ് ജാവദേക്കറെ കണ്ടതിന്റെ പേരിലല്ലേ EP ജയരാജനെ മുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും ഒഴിവാക്കിയതെന്നും VD സതീശൻ തുറന്നടിച്ചു. അങ്ങനെയെങ്കിൽ കേരളത്തിലെ BJP ചുമതലയുള്ള പ്രഭാരിയായ ജാവദേക്കറെ 4-5 തവണ കണ്ടെന്ന് പരസ്യമായി സമ്മതിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെയല്ലേ ആദ്യം പുറത്താക്കേണ്ടിയിരുന്നത്? RSS നേതാക്കളെ നിരന്തരം സന്ദർശിച്ച് ചർച്ച നടത്തുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGPയെ സംരക്ഷിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത്? RSSനെ പ്രതിരോധിച്ചത് CPM ആണെന്നും അതിൽ കോൺഗ്രസിന് നല്ല പങ്കും ഉണ്ടെന്നുള്ള പിണറായി വിജയന്റെ പ്രസ്താവന ചരിത്രമറിയുന്ന കേരള ജനത അവജ്ഞയോടെ തള്ളിക്കളയും. 1977-ൽ RSSന്റെ പിന്തുണയിൽ മത്സരിച്ച് നിയമസഭയിലെത്തിയ MLA ആയിരുന്നു പിണറായി വിജയൻ. അന്ന് ഉദുമയിലെ CPM RSS സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നില്ലേ? RSS നേതാവ് KG മാരാർ, അതേ KG മാരാർ EMSന് ബാഡ്ജ് കുത്തിക്കൊടുക്കുന്ന ചിത്രം ഇപ്പോഴും ലഭ്യമാണെന്നത് മറക്കരുത്. പാലക്കാട് മത്സരിച്ച CPM സ്ഥാനാർത്ഥി ശിവദാസ മേനോന്റെ പ്രചാരണ പരിപാടിയിൽ മുതിർന്ന BJP നേതാവ് LK അദ്വാനി പങ്കെടുത്തതും പിണറായി വിജയനെ നിഷേധിക്കാൻ സാധിക്കുമോ? 1989-ൽ കോൺഗ്രസിനെ അട്ടിമറിക്കാൻ VP സിംഗിന് പിന്തുണ നൽകിക്കൊണ്ട് CPM നേതാക്കളായ EMSും ജ്യോതി ബസുവും അദ്വാനിക്കും വാജ്പേയിക്കും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ഗൂഗിളിൽ പരതിയാൽ കിട്ടും. ഈ വിപ്ലവ പാരമ്പര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് പിണറായി വിജയന് RSSനോട് ഒരു ഘട്ടത്തിലും സന്ധി ചെയ്തിട്ടില്ലെന്നും CPM വർഗീയതയെ ഒറ്റപ്പെടുത്താനാണ് ശ്രമിച്ചതെന്നും പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM BJP സഖ്യം കേരളത്തിൽ ഉണ്ടായിരുന്നെന്ന് വെളിപ്പെടുത്തൽ നടത്തിയത് RSS മുഖപത്രമായ ഓർഗനൈസറിന്റെ മുൻ എഡിറ്റർ ബാലശങ്കറാണ്. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് BJPയുമായി CPM സഖ്യമുണ്ടാക്കിയത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ ഒഴിവാക്കിയതിന് പകരമായല്ലേ BJP സംസ്ഥാന അധ്യക്ഷൻ പ്രതിയാകേണ്ടിയിരുന്ന കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറിച്ചത്? ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിലെത്തി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് RSS നേതാക്കളുമായി CPMന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തിയതും മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. CPM RSS ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ച CPMന് പിണറായി വിജയന് തന്നെയല്ലേ സർക്കാർ ഭൂമി പതിച്ചു നൽകിയത്? ഇതേക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിയമസഭയിൽ ചോദിച്ചിട്ടും മറുപടി ഇല്ലാതെ കുനിഞ്ഞിരിക്കുകയായിരുന്നില്ലേ? തൃശൂർ പൂരം കലക്കി BJPയെ തൃശൂരിൽ ജയിപ്പിച്ച് പിണറായി വിജയൻ വാക്കുപാലിച്ചതോടെ കരിവന്നൂരിലെ ED അന്വേഷണവും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ SFI അന്വേഷണവും ഒക്കെ മരവിച്ചില്ലേ? ഇതൊക്കെ പൊതുമധ്യത്തിലുള്ള വസ്തുതകളാണ് മുഖ്യമന്ത്രി. പിന്നെ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ താൻ പങ്കെടുത്തതിനെ കുറിച്ച് എങ്ങും തൊടാതെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പുസ്തക പ്രകാശന വേളയിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങൾ ഇപ്പോഴും ലഭ്യമാണ്. 2013-ൽ വിചാര കേന്ദ്രം ഡയറക്ടറായിരുന്ന P പരമേശ്വരൻ എഴുതിയ സ്വാമി വിവേകാനന്ദനും പ്രബുദ്ധ കേരളവും എന്ന പുസ്തക പ്രകാശന ചടങ്ങിലാണ് അച്യുതാനന്ദൻ പങ്കെടുത്തത്. ചടങ്ങിൽ P പരമേശ്വരനും ഉണ്ടായിരുന്നു. ഇതേ പുസ്തകം പല ജില്ലകളിൽ പ്രകാശനം ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറായിരുന്ന MP വീരേന്ദ്രകുമാറിന്റെ ക്ഷണപ്രകാരം താനും പങ്കെടുത്തത്. വിവേകാനന്ദന് ഹിന്ദുവിനെ കുറിച്ച് പറഞ്ഞതും സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വം രണ്ടാണെന്നാണ് താൻ പ്രസംഗത്തിൽ പറഞ്ഞത്. പിന്നെ തലശ്ശേരി കലാപം, ആ കെട്ടുകഥ PT തോമസ് നിയമസഭയിൽ പൊളിച്ചടുക്കിയതല്ലേ? PT പ്രസംഗം ഇപ്പോഴും സഭാരേഖയിലുണ്ടല്ലോ. കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് വിധേയത്തിന്റെ റിപ്പോർട്ടിലോ 1972 ഫെബ്രുവരി 22-ന് പിണറായി വിജയന്റെ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിലോ കുഞ്ഞിരാമന്റെ പേര് പോലും ഉണ്ടായിരുന്നില്ലല്ലോ. സത്യം ഇതായിരിക്കെ ആരെ കബളിപ്പിക്കാനാണ് CPM ഇപ്പോഴും തലശ്ശേരി കലാപത്തെ ഉപയോഗിക്കുന്നത്? BJPയെയും RSSനെയും ഇന്ത്യയിൽ പ്രതിരോധിക്കുന്നത് കോൺഗ്രസ് ആണ്. അതിന്റെ നേതൃസ്ഥാനത്തുള്ള രാഹുൽ ഗാന്ധിയെ BJP പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നിരന്തരം അപമാനിച്ച ആളാണ് പിണറായി വിജയനും കേരളത്തിലെ CPMവും. കോൺഗ്രസ് ഇല്ലാത്ത എന്ത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെക്കുറിച്ചാണ് കേരള മുഖ്യമന്ത്രി പറയുന്നത്? സംഘപരിവാറിനെതിരായ കോൺഗ്രസിന്റെ പോരാട്ടത്തിന് പിണറായി വിജയന്റെ സ്റ്റഡി ക്ലാസ് വേണ്ട.
അതിന് കേരളത്തിലെ CPM-നും വേണ്ടിവരുമെന്ന് തോന്നുന്നില്ല. ഇതാണ് വാർത്താ സമ്മേളനത്തിൽ സതീശൻ പറഞ്ഞത്.